പ്രവചിക്കാൻ കഴിയാത്ത രീതിക്കുള്ള ഒരു ദുരന്തമാണ് സംഭവിച്ചത്. മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ഈ ചൂരൽമലയിലെ ദുരന്തം ഒക്കെ നമ്മൾ ഭയപ്പെട്ടു പോയ നിമിഷങ്ങളായിരുന്നു. അത്തരത്തിൽ ഒരുപക്ഷെ അതിനേക്കാളും ഭീതി ജനിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, അതായത് പ്രദേശത്തുള്ള വിവരങ്ങളുമൊക്കെയായി രഞ്ജിത്ത് രാമേന്ദ്രനാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത്. നമുക്ക് വിഷ്വൽസ് ഒന്നും കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല, അത്രയ്ക്കധികം ഭീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇപ്പോൾ എന്താണ് പ്രദേശത്തെ സാധ്യത? ഇനി ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടാവാനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉടലെടുക്കുന്നുണ്ടോ? രക്ഷാപ്രവർത്തനങ്ങൾ എത്രത്തോളം എത്തി നിൽക്കുന്നു? ഇന്നലെ രാത്രിയൊക്കെ അവിടെ തെരച്ചിൽ എന്തൊക്കെയൊക്കെ നടന്നിരുന്നോ? സാറ, ഇത് നമ്മൾ ഈ പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൂടി ഇതുമായി ബന്ധപ്പെട്ടൊന്ന് ചേർത്ത് വെക്കണം. വളരെ മനോഹരമായ ലോകമെമ്പാടുമുള്ള നിരവധി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വലിയൊരു പ്രദേശമാണ്. ഈ സമയമെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ ഒരു പ്രവാഹമാണ് ഈ നേപ്പാളിൻ്റെ ഈ സ്ഥലങ്ങളിലേക്ക് എന്നുള്ളത് മനസ്സിലാക്കണം. ടിബറ്റ്, ചൈന, നേപ്പാളൊക്കെ ചേരുന്ന അതിമനോഹരമായ എൻ്റെ ഒരു ഗൂഗിൾ മാപ്പാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്കായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്തം ഉണ്ടായ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണിത്. ഇവിടെ ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ എല്ലാ വർഷവും വന്നു പോകുന്നത്, അതായത് കൈലാസ് മാനസരോവർ യാത്രയുടെ ഒരു ഇടത്താവളമായി പ്രധാനമായും തീർത്ഥാടകർ കാണുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഈ സമീപ പ്രദേശം നമ്മളെ ദുരിതത്തിന് സംഭവിച്ച ഈ വെള്ളം കുത്തിയൊലിച്ചു വരുന്ന ആ ദൃശ്യങ്ങളും അവിടെ ഒരു പ്രദേശം തകരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആളുകളൊക്കെ ഓടുന്നത് കാണുന്നുണ്ട്. അത് ടിബറ്റിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രധാന പ്രവേശന കവാടം കൂടിയാണ്. അവിടെ നിരവധി യാത്രക്കാർ വിശ്രമിക്കാനും മറ്റുമായും നമുക്കറിയാം. ഈ പ്രദേശത്ത് നിന്ന് ഏതാണ്ട് 7 മണിക്കൂറോളം ജീപ്പിൽ യാത്ര ചെയ്താണ് ഈ ടിബറ്റ് കടന്ന് ഈ കൈലാസ് മാനസരോവർ യാത്രയ്ക്കൊക്കെ ആളുകൾ പോകുകയും മറ്റും ചെയ്യുന്നത്. ഇതിനിടയ്ക്കുള്ള ഒരു ഇടത്താവളമായി ഉപയോഗിക്കുന്ന പ്രദേശമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ നദി, അത് ഈ ഭോട്ടെകോഷി റിവർ എന്ന് പറയുന്നത് രസവഗുഡി പ്രവിശ്യ, ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റിൻ്റെ രസവഗുഡി പ്രവിശ്യയിൽ നിന്ന് കുതിച്ച് താഴേക്ക് വരുന്ന നദിയാണ്. അത് ഏറെ പ്രാധാന്യമുള്ള ഒരു നദിയാണ്. എപ്പോഴും ജലസമൃദ്ധമായിരിക്കും ഈ നദി എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. ഇത് നുവാക്കോട്ട്, റസുവ, ഗൂർഖ എന്നീ നേപ്പാൾ ജില്ലകൾ വഴി കടന്നു പോകുന്ന ഒരു നദി കൂടിയാണ് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നേരത്തെ പറഞ്ഞ പോലെ മനോഹരമായ പ്രദേശമാണ്, ജലസമൃദ്ധമായ നദി കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പ്രദേശത്തേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതാണ്ട് 7 മണിക്കൂറോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീപ്പിൽ യാത്ര ചെയ്ത് വേണം തീർത്ഥാടകർ ഇവിടേക്ക് എത്താൻ. അപ്പോൾ ഇവിടെ ഈ പിൽഗ്രിമേജ് സെൻറ്ററിൽ ഈ എത്തുന്നതിന് മുൻപ് തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും മറ്റുമായി വളരെ പ്രധാനപ്പെട്ട അവിടെ ഒരു എമിഗ്രേഷൻ സെൻറ്റർ ഉണ്ട്. കെയ്റോഗ് എന്നാണ് ഈ എമിഗ്രേഷൻ സെൻറ്ററിൻ്റെ പേര്. ഈ എമിഗ്രേഷൻ സെൻറ്ററാണ്, നമുക്ക് ദൃശ്യങ്ങൾ കൂടി എനിക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. ആ വെള്ളം കുതിച്ചെത്തി വന്ന് ഈ പറഞ്ഞ പ്രദേശം ഒട്ടാകെ ഇല്ലാതാകുന്ന ആ ദൃശ്യങ്ങൾ, ആളുകളൊക്കെ ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ കാണിക്കാം. അതാണ് ഈ കെയ്റോഗ് എന്ന ഈ എമിഗ്രേഷൻ സെൻറ്റർ. അവിടെയാണ് നിരവധി ടൂറിസ്റ്റുകൾ ആ തരത്തിൽ വിശ്രമിക്കുകയും മറ്റും ചെയ്തിരുന്നത്. അവരാണ് വളരെ പെട്ടെന്ന് ഈ അപകടത്തിൽ പെടുകയും മറ്റും ചെയ്യുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു സെൻറ്റർ ഉണ്ട് എന്ന് പോലും അറിയാൻ പറ്റാത്ത വിധമാണ് ആ സെൻറ്റർ പൂർണ്ണമായും തകർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പ്രേക്ഷകരെ. നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞുപാളികൾ ഉരുകി ഇറങ്ങിയതാണ് ഈ അപകടത്തിന് കാരണം എന്ന പ്രധാനപ്പെട്ട നിഗമനത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു വിസ്ഫോടനം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമൊക്കെയാണ് ഉണ്ടായത്. ഈ നേപ്പാളിലൂടെ ഒഴുകുന്ന നദി തൃശൂൽ എന്ന പേരിലാണ്. നേരത്തെ പറഞ്ഞ ഈ ഭോട്ടെകോഷി റിവർ പിന്നീട് അവിടെ നിന്ന് തൃശൂൽ എന്ന പേരിലാണ് നേപ്പാളിലൂടെ ഇത് ഒഴുകിപ്പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നീട് ബീഹാറിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ത്രിവേണിയായി അത് മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട 3-4 രാജ്യങ്ങളിൽ കൂടി കടന്നു വരുന്ന ഒരു നദി കൂടിയാണ് ഈ ഭോട്ടെകോഷി റിവർ എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നേപ്പാളിൻ്റെ വടക്കൻ ഭാഗത്തെയൊക്കെ ജലസമൃദ്ധമാക്കുന്ന ഒരു നദിയാണ് ഇത്. ഈ നദി കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളാണ് വല്ലാതെ ഈ ദുരിതത്തിൽ പെട്ടത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കേണ്ടത്. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉയരുന്നത് ഈ ചൈന, ടിബറ്റ്, നമുക്കറിയാം ടിബറ്റ് നിയന്ത്രിക്കുന്ന ചൈനയാണ്. ചൈനയുടെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ടിബറ്റുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്നുണ്ട്. അത് പലതും രഹസ്യ സ്വഭാവമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എന്നുള്ള വിലയിരുത്തൽ കൂടി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നദിയുടെ സുഗമമായ ഒഴുക്കിനെ ബാധിക്കത്തക്ക വിധമുള്ള രഹസ്യാത്മക സ്വഭാവമുള്ള നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൈന അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് ഈ ഒഴുക്കിനെ ബാധിച്ചിട്ടുണ്ട് എന്നും പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുകയും അത് പലതരത്തിൽ ജലം പല സ്ഥലങ്ങളിൽ രൂപപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുകയും മറ്റും ചെയ്തു എന്നുള്ളതും ഈ പറഞ്ഞ പോലെ മഞ്ഞുപാളികളുടെയൊക്കെ ഒരു വരവിനെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 40 കിലോമീറ്ററോളം റോഡ് ഈ പ്രദേശങ്ങളിൽ ഒട്ടാകെ നശിച്ച ഒരു പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായും
അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമൊക്കെ വരുമ്പോൾ ചൈന ഈ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ ഈ നദിയുടെ തുടർ ഉത്ഭവ സ്ഥാനത്തൊക്കെ ചൈനയുടെ പൂർണ്ണ നിയന്ത്രണമാണ്. പക്ഷേ നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിനോദമൊക്കെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു പ്രവചനം അസാധ്യമാണ്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് മറ്റു ചില പാളികൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പൊട്ടാനായി നിൽക്കുന്നു. അത് മറ്റൊരു ദുരന്തത്തിന് കാരണമാകുമോ എന്നുള്ള ആശങ്കയൊക്കെ ആ പ്രദേശത്ത് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശമായിരുന്നു. നമ്മളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ അടക്കം തെരച്ചിൽ നടന്നിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.